ഗൈസ്, നമ്മളിതിന് തൊട്ട് മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി യൂസ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വണ്ടികളുടെയൊക്കെ മഡ് ഗാർഡിൻ്റെ ഉള്ളിലുള്ള ചെളി വാഷ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ അവിടെ ഇങ്ങനെ ചെളി തെറിച്ചിരിപ്പുണ്ടാവും. അപ്പോൾ അത് ഉണങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിടും. അപ്പോൾ മിക്കവാറും നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ടുള്ള കാര്യമായിരിക്കും, ഡെയിലി വണ്ടി വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ റെസ്റ്റ് വരില്ലേ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ മഡായിട്ട് ഇതിങ്ങനെ ഇരിക്കുമ്പോൾ അത് ഉണങ്ങാൻ ടൈം കൂടുതലെടുക്കും. മീൻസ് ഈ രാത്രി മിക്കവാറും തോർച്ചയൊന്നും ഇല്ലാത്ത സമയമായതുകൊണ്ട് രാത്രി കുറേ ടൈം എടുത്തിട്ടേ ഇത് ഉണങ്ങി വരുള്ളൂ. അപ്പോൾ നമ്മൾ ഓസ് വെച്ചിട്ട് ജസ്റ്റ് ഈ മഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കളയുകയാണെങ്കിൽ അവിടെ വെള്ളമേ ഉള്ളൂ. അത് ഉണങ്ങാൻ ടൈം അധികം എടുക്കത്തില്ല എന്ന് മാത്രമല്ല, ഇതിൻ്റെ ഈ ഒരു ചെറിയ ഇതിൻ്റെ ഇടവുകളിലൊക്കെ ഇങ്ങനെ കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടുകയാണെങ്കിൽ അത്രയും വണ്ടി പെട്ടെന്ന് കൂടുതൽ ലാസ്റ്റ് ചെയ്യും. മിക്കവാറും തുരുമ്പെടുക്കാനുള്ള ചാൻസ് കുറഞ്ഞ് കിട്ടും. മീൻസ് നമ്മൾ മാക്സിമം നമ്മുടെ വണ്ടി കൂടുതൽ കാലം ഈട് നിൽക്കാൻ ചിലപ്പോൾ അത് യൂസ്ഫുൾ ആവുമെന്ന് എനിക്കിങ്ങനെ പേഴ്സണലി തോന്നിയ ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുപോലത്തെ വിടവുകളിലും നമ്മൾ ജസ്റ്റ് വാഷ് ചെയ്ത്. അപ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് കണ്ടാലറിയാം ഇവിടെ ഫുള്ള് ചെളിയാണ്. അപ്പോൾ ഇന്നത്തെ യൂസ് കഴിഞ്ഞിട്ടില്ല. ഇന്നത്തെ യൂസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വണ്ടി ഫുള്ള് ജസ്റ്റ് ഓസ് വെച്ചിട്ട് വെറും ഒരു ഓസ് വെച്ചിട്ട് ക്ലീൻ ചെയ്ത് വിടുന്നതാണ് കേട്ടോ. അപ്പോൾ മഴക്കാലത്ത് നമുക്ക് വണ്ടി ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് വണ്ടി കഴുകാമെന്ന് പറഞ്ഞാൽ അത് പാടുള്ള കാര്യമാണ്. പാടുള്ളത് മീൻസ് നമുക്കത് വണ്ടിനോടുള്ള ഇഷ്ടം കാരണം പാടധികം ഉണ്ടാവില്ല. പക്ഷേ ഡെയിലി നമ്മളങ്ങനെ കഴുകത്തില്ല, തുരുമ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പേടിച്ചിട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെ തുരുമ്പ് കാര്യങ്ങളൊന്നും ഞാൻ കൂടുതലും വണ്ടി വാഷ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്കങ്ങനെ തുരുമ്പ് കാര്യങ്ങളൊന്നും കാണാറില്ല. പിന്നെ ഞാനധികം തുടയ്ക്കാറില്ല വണ്ടി. ഞാൻ കാറൊക്കെ മേടിക്കുമ്പോൾ കൂടുതലും വെള്ളയാണ് മേടിക്കുന്നത്. ഇതിന് മുമ്പുണ്ടായിരുന്ന വണ്ടി ഒരു 800 ആയിരുന്നു, അതും വെള്ള കളറായിരുന്നു. അത് ഞാൻ നോക്കി ചൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചെറിയ സ്റ്റെയിൻസൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഇത് തുടയ്ക്കാതെ തന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഡെയിലി യൂസിന് പറ്റിയൊരു വെള്ളക്കാർ എടുക്കുന്നതാണ് കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നി. അതുമാത്രമല്ല, ഇപ്പോൾ എല്ലാവരുടെയും കാഴ്ചപ്പാടിൽ, എല്ലാവരുടെയും അല്ല, കുറച്ച് പേര് പറയുന്നത് ഈ വെള്ളക്കാർ എടുത്താൽ പെട്ടെന്ന് ചെളിയാവുന്നു. പക്ഷേ എനിക്ക് നേരെ മറിച്ചാണ് തോന്നിയത്. വെള്ളക്കാർ എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈസി ടു യൂസാണ്, വാഷ് ചെയ്യാനൊക്കെ കുറച്ചുകൂടെ സിമ്പിളായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാഴ്ചപ്പാടുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇൻഫർമേഷൻസൊക്കെ പിന്നെ ഈ ഒരു വിടവിലും ഇതിൻ്റെ അടിയിലും ഒക്കെ നമ്മൾ ഓസ് വെച്ചിട്ട് സ്പ്രേ ചെയ്ത് ക്ലിയർ ചെയ്യാറുണ്ട് കേട്ടോ.